Good morning. The last class medical records on medical records use medical records legal documents medical record names standard medical record standard follow patient medical records include complete medical record policies എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്, അതിന്റെ നമ്പറിംഗ് സിസ്റ്റം എങ്ങനെയാണ്, മാസ്റ്റർ ഇൻഡെക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പേഷ്യന്റ് ഐഡി അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം, ഹെൽത്ത് സെന്റേഴ്സിന്റെ കാര്യം നോക്കി, അതേപോലെ റെഫറൽ നോക്കി. ഇത്രയുമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. റെഫറൽ ഓഫ് പേഷ്യന്റ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നോ ഹെൽത്ത് കെയറിൽ നിന്നോ പേഷ്യൻസ് റെഫറലായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളാണ്. നമ്മൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ നമ്മൾ കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും ഔട്ട് പേഷ്യന്റിൽ ഡോക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാറ്, അപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ ഫ്രണ്ടിലായിട്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ക്ലിനിക്കൽ ചീഫുകളുടെ പേരും അതേപോലെ അവർ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ ഓരോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ ഫ്രണ്ടിലും ഡോക്ടറുടെ പേരും ക്വാളിഫിക്കേഷനും ഏത് വിഭാഗമാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ നോക്കാം. The name of all outpatient clinic with the name of the clinical chief in the hospital should be revealed in the main entrance of the outpatient department. എന്താ പറയുന്നത്, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ എൻട്രൻസിൽ ക്ലിനിക്കൽ ചീഫിന്റെ പേര് എന്ത് ചെയ്തിരിക്കുന്ന റിവീൽ ചെയ്തിട്ടുണ്ടാവണം. And in each clinic the name of the chief consultant should be also revealed. അപ്പം ചീഫ് കൺസൾട്ടന്റിന്റെ പേര് ഓരോ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകളുടെ ഫ്രണ്ടിലും ആ ഡോക്ടർ പരിശോധിക്കാനായിട്ട് ഇരിക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ, അതാണ് ക്ലിനിക് എന്ന് പറയുന്നത്. ആ ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പൊ ഡോക്ടർ ലൈല എബ്രഹാം എന്ന് വിചാരിക്കാം. ഡോക്ടർ ലൈല എബ്രഹാം ക്വാളിഫിക്കേഷൻ എന്താണ്, ഗൈനക്കോളജിസ്റ്റ്. ദെൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് എക്സ്ട്രാ ഉണ്ടോ അതെല്ലാം അതിന്റെ അടിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് ആക്സിഡന്റ് എമർജൻസി സർവീസ്. ആക്സിഡന്റ് എമർജൻസി സർവീസ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റുകൾ സംഭവിക്കുമല്ലോ ഹോസ്പിറ്റൽസിലേക്ക്. എമർജൻസി ആയിട്ട് പേഷ്യൻസിന് ആക്സിഡന്റ് സംഭവിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരു സെപ്പറേറ്റ് രജിസ്റ്ററിലാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് ദ 3 ആക്സിഡന്റ് എമർജൻസി ഫോം, ശരിക്കും ആക്സിഡന്റ് എമർജൻസിക്ക് 3 ഫോമുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. The first copy kept in the casualty department. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഫസ്റ്റ് കോപ്പി എന്ത് ചെയ്യേണ്ടത്, സൂക്ഷിച്ചു വെക്കുന്നത്. The second copy is presented by the patient in pharmacy to get medication. നമുക്ക് മെഡിസിൻ കിട്ടാൻ വേണ്ടി സെക്കൻഡ് കോപ്പി പേഷ്യന്റ് ഫാർമസി കാണിക്കണം. തേർഡ് കോപ്പി is kept by the patient. തേർഡ് കോപ്പി ആര് സൂക്ഷിച്ചു വെക്കണം, പേഷ്യന്റ് സൂക്ഷിച്ചു വെക്കണം. കാരണം ആക്സിഡന്റ് എമർജൻസി കേസാണ്, അത് ചിലപ്പോൾ ലീഗൽ കേസ് ഒക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ തേർഡ് കോപ്പി പേഷ്യന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. The second and third copy become the part of the main patient's file. Second, third copy patient main file part ആണ്. If this patient is admitted to either on outpatient or inpatient service, നമ്മൾ ആക്സിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യന്റിന് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട കേസ് വന്നിട്ടുണ്ടാവും ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ്. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ ആ പേഷ്യന്റ് എന്ത് ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ട് ഒരു ദിവസത്തിനുള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഈ മെഡിക്കൽ റെക്കോർഡിന്റെ ഒപ്പം ഈ 2 കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഫസ്റ്റ് കോപ്പി എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞു. The first copy is retained in casualty department. ഫസ്റ്റ് കോപ്പി നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. If the patient has a unit record in the hospital, the casualty medical officer want to inspect the medical record department should pass on record to him. നമ്മൾ
നമ്മുടെ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് യൂണിറ്റ് റെക്കോർഡ് ഉണ്ട് വെച്ചാൽ ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ മെഡിക്കൽ എന്താ പറയുക മെഡിക്കൽ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അത് എന്ത് ചെയ്യും വെരിഫൈ ചെയ്യും. ഓൾ ഡയഗ്നോസിസ് investigation reports of the casualty patient are affixed to casualty form. എന്തെങ്കിലും ഡയഗ്നോസിസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കാഷ്വാലിറ്റി ഫോമിനോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യും അഫക്സ് ചെയ്ത് വെക്കും. The report becomes a part of the main patient file. The patient is referred as either an outpatient or inpatient. ഇനി ഈ റിപ്പോർട്ടുകൾ എപ്പോഴാണ് പേഷ്യന്റിന്റെ മെയിൻ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ മെയിൻ ഫയലിലേക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് കോപ്പി അതേപോലെ ഈ റിപ്പോർട്ടുകളും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും മെയിൻ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കും. നമ്മളിപ്പോ പറഞ്ഞത് ആക്സിഡന്റ് എമർജൻസി സർവീസ് ആണ്. ഫസ്റ്റ് പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ചീഫ് ക്ലിനിക്കൽ കൺസൾട്ടൻസിന്റെ പേര് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ ഫ്രണ്ടിൽ ഡോക്ടറിന്റെ നെയിമും അതേപോലെ ക്വാളിഫിക്കേഷനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഏത് വിഭാഗപ്പെട്ട ഡോക്ടറാണ് എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ആക്സിഡന്റ് എമർജൻസി സർവീസാണ്. ആക്സിഡന്റ് എമർജൻസി ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ് ചെയ്യുന്ന പേഷ്യന്റിന് 3 ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. 3 ഫോം. ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പി ഒന്ന് പേഷ്യന്റിന്റെ കയ്യിലും മറ്റൊന്ന് മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാർമസിയിലേക്കാണ് വിടാറ്. എന്നിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോപ്പി നമ്മൾ കളക്ട് ചെയ്ത് പേഷ്യന്റിന്റെ മെയിൻ ഫയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്ത് വെക്കും. ഇത് കൂടാതെ ഫസ്റ്റ് കോപ്പി ഞാൻ പറഞ്ഞു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഡയഗ്നോസിസ് അതിനുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ വല്ല എക്സ്റേ സ്കാനോ ചെയ്ത റിപ്പോർട്ടുകൾ നമ്മൾ പേഷ്യന്റിന്റെ ഒറിജിനൽ ഫയൽ എടുക്കും. നമുക്ക് യൂണിറ്റ് റെക്കോർഡ് ഉള്ള പേഷ്യന്റ് ആണ്, ഇവിടെ മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള പേഷ്യന്റ് ആണ്, നമുക്കിവിടെ എന്തുണ്ടാവും ആ പേഷ്യന്റ് ഫയൽ ഉണ്ടാവും. ആ പേഷ്യന്റ് ഫയൽ എടുത്തിട്ട് ഇത് അവിടെ എന്ത് ചെയ്യും ആ ഒരു ഫയലിലായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ഇനി അഡ്മിഷൻ ഓഫീസാണ്. അഡ്മിഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു രജിസ്ട്രേഷൻ ഏരിയ അങ്ങനെ പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആവും. എല്ലാ ഹോസ്പിറ്റലും 24 മണിക്കൂർ തന്നെ എന്തുണ്ടാവും അഡ്മിഷൻ ഓഫീസർ വർക്ക് ചെയ്യാറുണ്ട്. അഡ്മിഷൻ ഓഫീസ് വിൽ ബി വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. ഈ അറൌണ്ട് ദ ക്ലോക്ക് എന്നുള്ളതാണ് 24 hours എന്ന് പറയുന്നത്. എന്താണ് അറൌണ്ട് ദ ക്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours ആണ്. ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. അഡ്മിഷൻ ഓഫീസ് ആണ് എന്തിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ പേഷ്യന്റിന്റെ അഡ്മിഷൻ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ ഓഫീസ് ആണ്. ഫോർ മെയിൻ്റെനൻസ് ഓഫ് ബെഡ് ഓക്യുപ്പൻസി, അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇത് എത്ര ബെഡ് ഓക്യുപ്പൻസി ഉണ്ട്, ബെഡുകൾ എത്ര വേക്കന്റ് ആയിട്ടുണ്ട്, എത്ര ഫിൽഡ് ആയിട്ടുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് അഡ്മിഷൻ ഓഫീസിൽ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് ദ പേഷ്യൻസ് പ്രോപ്പർട്ടി, നമ്മളുടെ പേഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നല്ല രീതിയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം അഡ്മിഷൻ ഓഫീസിനാണ്. ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് പേഷ്യന്റ് റിലേറ്റീവ്സ്, പേഷ്യന്റ് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ആക്സിഡന്റ് ആയിട്ട് എമർജൻസി കേസിലൊക്കെ പേഷ്യന്റിനെ കൊണ്ടുവരാണെങ്കിൽ ചില സമയങ്ങളിൽ പേഷ്യന്റിന്റെ കൂടെ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അഡ്മിഷൻ ഓഫീസിലാണ് എഴുതിക്കുക. അഡ്മിഷൻ ഓഫീസാണ് ഈ കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കുകയും പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് വരുമ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഡ്യൂട്ടി കൂടെ ആർക്കുണ്ട് അഡ്മിഷൻ ഓഫീസ് ഉണ്ട്. അഡ്മിഷൻ ഓഫീസിന്റെ കാര്യം ഒന്നുകൂടി പറയാം. 24 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ് ഉത്തരവാദിത്തം അഡ്മിഷൻ ഓഫീസിന്റെയാണ്. അഡ്മിഷൻ ഓഫീസാണ് ബെഡ് കപ്പാസിറ്റി ഓക്യുപ്പൻസി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്ര ബെഡ് വേക്കന്റ് ഉണ്ട്, എത്ര ഫിൽഡ് ആയിട്ടുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിഷൻ ഓഫീസിൽ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ആബ്സെൻസിൽ പേഷ്യൻസ് റിലേറ്റീവ്സ് കൂടാതെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇത് എമർജൻസി കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ പെട്ടെന്ന് വിവരം അറിയിക്കാനൊക്കെ വളരെ കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ പേഷ്യൻസിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ സേഫ് ഗാർഡായിട്ട് അല്ലെങ്കിൽ സേഫ് കീപ്പർ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട് അഡ്മിഷൻ ഓഫീസിലുണ്ട്. ഇനി ഡയറക്റ്റ് അഡ്മിഷൻ ആണ് പറയുന്നത്. The ward manager's charge is liable for registering the case in admission office within 2 hours of the patient admission to the ward. നമ്മൾ
ആക്സിഡന്റ് എമർജൻസി കേസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു, വാർഡിൽ അഡ്മിഷൻ എടുത്ത് 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് മാനേജറിനാണ്. നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? പോലീസ് ലീഗൽ അതോറിറ്റിനെ എന്ത് ചെയ്യും? ഇൻഫോം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇതൊരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യണം. അങ്ങനത്തെ രജിസ്ട്രേഷൻസ് ഡയറക്റ്റ് അഡ്മിഷന്റെ കേസ് ആണെങ്കിൽ വാർഡ് മാനേജറിന്റെ ചാർജബിളാണ്. വാർഡ് മാനേജറാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്, കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എത്ര അവേഴ്സിനുള്ളിൽ? 2 അവേഴ്സിനുള്ളിൽ പേഷ്യന്റ് അഡ്മിഷൻ എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അബ്സ്കോണ്ട് ആയിട്ടുള്ള പേഷ്യന്റ്, ചില പേഷ്യന്റ് നമ്മൾ അഡ്മിഷനൊക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി പെട്ടെന്ന് ഉണ്ടാവും, മിസ്സായി പോകും. ചില പേഷ്യന്റ് ഓടിപ്പോകും. ചിലവര് അങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, പോലീസ് ഒരു കേസ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന പേഷ്യന്റ് ഒക്കെയാണ്. ചില പേഷ്യന്റ് നമ്മളുടെ കണ്ണ് വെട്ടിച്ച് എന്തായി പോകാനുള്ള ചാൻസ് ഉണ്ട്? അബ്സ്കോണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഓടിപ്പോകാനോ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പേഷ്യന്റ് കാര്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഫർമേഷൻ അബൌട്ട് ദ അബ്സ്കോണ്ട് പേഷ്യന്റ്, അബ്സ്കോണ്ട് മിസ്സിംഗ് പേഷ്യന്റ് അല്ലെങ്കിൽ ഓടിപ്പോയിട്ടുള്ള പേഷ്യൻസ് who run away must be recorded in the patient file. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് ഫയലിൽ അത് റെക്കോർഡ് ചെയ്യണം. ഈ പേഷ്യന്റ് ഇന്ന ടൈമില് ഇന്ന ഡേറ്റില് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന വാർഡിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് നമ്മുടെ പേഷ്യന്റ് ഫയലിൽ റിപ്പോർട്ട് ചെയ്ത് വെക്കണം. Information about abscond patient who run away must be recorded in the patient file with the details regarding the date and the time the patient was found to be missing from the ward. എപ്പോഴാണ്, എന്നാണ്, എപ്പോഴാണ് പേഷ്യന്റ് വാർഡിൽ നിന്ന് മിസ്സിംഗ് ആയിരിക്കുന്നത്, ആ ഡീറ്റെയിൽസ് പേഷ്യന്റ് ഫയലിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. The treating physician must note and sign the record properly. എന്നിട്ട് എന്താ ഫിസിഷ്യൻ എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്യണം. പേഷ്യന്റ് ഇന്ന പറയാം, ഇന്ന മണിക്കൂർ മുതൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇന്ന വാർഡിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫിസിഷ്യൻ ആ റെക്കോർഡിൽ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് സൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇങ്ങനത്തെ കുറെ പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ലീഗൽ ഡോക്യുമെന്റ് ആണ് പറയുന്നത്. The matter to be conveyed to the police. നമ്മൾ പോലീസിനെ ഈ വിവരം അറിയിക്കണം. കാരണം ഈ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അറിയാണ്ടാണ് പോയിരിക്കുന്നത്. ഇനി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ അത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ പേരിൽ വരാൻ പാടില്ല. അതുകൊണ്ടും അതേപോലെ നമ്മളുടെ സേഫ് ഗാർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്? പോലീസിനോട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പോലീസിനോട് പറയും, ഞങ്ങളുടെ വാർഡിന് ഇന്ന പേരുള്ള ഇന്ന വ്യക്തി ഇന്ന സമയത്ത് ഇന്ന ദിവസം മുതൽ ഇന്ന സമയം മുതൽ മിസ്സിംഗ് ആണ്. ഞങ്ങളത് ഫിസിഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ഡീറ്റെയിലായിരുന്നു. അവര് എൻക്വയറിക്ക് വരും. അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കാണിച്ചു കൊടുക്കണം. കണ്ടോ, ഈ സമയം മുതൽ പേഷ്യന്റ് മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് നമുക്ക് അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പോലീസിനോട് കൺവെയിൻ ചെയ്യേണ്ടത്. ഇനി എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ചില സമയങ്ങളിൽ പേഷ്യന്റ് എന്ത് ചെയ്യും? മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ എന്താണ് അവസ്ഥ ക്രിട്ടിക്കലാണ്, നിങ്ങൾ 7 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ട്രീറ്റ്മെന്റ് എടുക്കണം, ഇവിടെ ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചില പേഷ്യൻസ് അഡ്മിഷൻ ഒന്നും വേണ്ട, ഞാൻ എന്നെ ഡിസ്ചാർജ് ആയിക്കോ, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് എന്ത് ചെയ്യും? അവിടെ ഡിസ്ചാർജ് വാങ്ങിക്കും. അങ്ങനത്തെ പേഷ്യന്റിനെയാണ് നമ്മൾ AMA എന്ന് പറയണത്. എന്ത് പറയും? AMA എന്ന് പറയും, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്? വേറെ എവിടെയെങ്കിലും പഠിച്ചാ? ഓക്കെ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നമ്മുടെ പേഷ്യന്റ് ഫിസിഷ്യന്റെ AMA എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്നുവെച്ചാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കിവിടെ AMA എന്താ പറയാനുള്ളത്? മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് അവരെന്തെങ്കിലും ഡിസ്ചാർജ് വാങ്ങിച്ച് പേഷ്യന്റ് പോകും. The patient who discharged themselves from the hospital against the medical advice. അവർ സ്വയം തീരുമാനിച്ചിട്ട് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകും. നമ്മുടെ ഫിസിഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും അവരോട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് വാങ്ങിക്കും.
of that treating physician should be treated as discharged. അപ്പോൾ ഇങ്ങനെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ പോലും നമ്മുടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ആയിട്ട് തന്നെ കണക്കാക്കും. It should be made sure that the signature of the patient or his or her nearest relative is to obtain in a specific form. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോണ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഒന്നില്ലെങ്കിൽ സിഗ്നേച്ചർ വാങ്ങിക്കാം. പേഷ്യന്റിന്റെ സിഗ്നേച്ചർ സൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സിഗ്നേച്ചർ വാങ്ങിക്കാം. ഇനി അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോമിൽ എന്ത് ചെയ്യാം, സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഓക്കെ, കാരണം ചിലപ്പോൾ ആ പേഷ്യന്റിന്റെ നില എങ്ങനെയായിരിക്കും ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പോ ഈ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയാണെങ്കിൽ നമ്മുടെ പേരിലാവാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ നമ്മളെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ ഫോമിൽ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. മെഡിക്കൽ അഡ്വൈസ് വെച്ചാൽ നമ്മുടെ ഫിസിഷ്യൻ പറയണത് കേൾക്കാണ്ട് ഡിസ്ചാർജ് ആയി പോണ പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്ന പേഷ്യൻസിന് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA എന്ന് പറയുന്നത് അതിനകത്ത് AMA. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പോണ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് റിലേറ്റീവിന്റെ കയ്യിൽ നിന്നോ നമ്മൾ ആ സ്പെസിഫൈഡ് ഫോമിൽ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതിൽ നോട്ടും ചെയ്യണം, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ഞാൻ ഫിസിഷ്യൻ നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, ഇനി ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ചില പേഷ്യന്റ് മരണത്തിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മരണമൊഴി അല്ലെങ്കിൽ മരണവാക്മൂലം അല്ലെങ്കിൽ എന്താ പറയാ വാക്മൂലം കൊടുക്കും. ഇങ്ങനെ ലാസ്റ്റ് അദ്ദേഹം മരിക്കാറായി, അപ്പോ മരണമൊഴി എടുക്കാറുണ്ടല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് ദ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ പേഷ്യന്റിന് പറയാനുണ്ടെങ്കിൽ such a statement should be recorded in the patient file. അങ്ങനെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്, പേഷ്യന്റ് ഫയലിലാണ്, പേഷ്യന്റ് റെക്കോർഡിലാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ആരുടെ പ്രസൻസിലായിരിക്കണം, മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഇൻ ദ പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ്. ഇനി മജിസ്ട്രേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ the declaration can be recorded in the presence of 3 persons. 3 വ്യക്തികളുടെ പ്രസൻസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അത് എഴുതി വാങ്ങിക്കേണ്ടത്. ആരൊക്കെയാണ്, ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നമ്മൾ പരിശോധിച്ച ഡോക്ടർ ആൻഡ് ദ നേഴ്സ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്. ഇവര് 3 പേരുടെ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മജിസ്ട്രേറ്റ് ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ എഴുതി വാങ്ങിക്കേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞത്, ഡിക്ലറേഷൻ ബൈ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന് മരണത്തിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ടെങ്കിൽ അത് സാധാരണയായിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഫയൽ, പേഷ്യന്റ് ഫയലിലാണ് അത് എന്ത് ചെയ്ത് എഴുതി വാങ്ങിക്കാറ്. അത് ഇൻ ദ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് ആവണമെന്ന് നിർത്തുന്നുണ്ട്. മജിസ്ട്രേറ്റ് ഇല്ലാത്ത വർഷം നമുക്ക് 3 പേരുടെ പ്രസൻസിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലറേഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ആരാണ് ആ 3 പേര്, ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആൻഡ് എ നേഴ്സ്, നമ്മള് പരിശോധിച്ച ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സ്. പിന്നെ അല്ലെങ്കിൽ ആരാണ്, ഓറൽ അല്ല മോനെ, അവര് ഡോക്ടർ ഇത് ഓറൽ ആയിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. എന്താണോ പേഷ്യന്റ് പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയിൽ നമ്മൾ എഴുതിയെടുക്കും. ഒന്നല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ഓർ നേഴ്സ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്. പേഷ്യന്റ് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ് ഈ പ്രസ്താവന കൊടുക്കണമെങ്കിലും എന്ത് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്യും. ഓറലായിട്ട് പറഞ്ഞാലും നമ്മളത് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. എന്ന് വെച്ചാൽ എഴുതി സൂക്ഷിക്കും. കാരണം അത് എഴുതി സൂക്ഷിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് ഫയലാന്ന് പറയുന്നത്. കാരണം ഇതൊരു തെളിവാണ്. ആ റെക്കോർഡ് പറഞ്ഞു, ചിലപ്പോൾ അദ്ദേഹം ആ പറഞ്ഞു തീരുമ്പോൾ തന്നെ ചിലപ്പോ നമ്മളുടെ ഇവിടുന്ന് ലോകം വിട്ട് പോയി വരിക. അപ്പൊ അദ്ദേഹത്തിന് ഒരു തെളിവ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ പറയുന്ന സമയത്ത് തന്നെ നമ്മള് പേഷ്യന്റ് എന്താണോ പറയുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് അവരുടെ എഴുതിയെടുക്കും. പേഷ്യന്റ് പറയണത് വേർഡ് ബൈ വേർഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ റെക്കോർഡിൽ എഴുതി സൂക്ഷിക്കും.
അപ്പൊ മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ ആണെങ്കിലും ആരുടെ ഫ്രണ്ടിൽ ഇൻ ദ പ്രസൻസ് ഓഫ് 3 പേഴ്സൺ മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ 3 പേര് പ്രസൻസിലായിരിക്കും നമ്മളത് എന്ത് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്യേണ്ടത്. ആരൊക്കെയാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ച് നമ്മൾ ഇതിൽ ഇപ്പൊ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ കാര്യം പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ അല്ല ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ക്ലിനിക്കൽ ചീഫുകളുടെ പേരും ക്വാളിഫിക്കേഷനും എവരി പേഷ്യൻസിനെ വാങ്ങിക്കില്ല. അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ. നമ്മളിപ്പം അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ പേഷ്യന്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടില് ക്ലിനിക്കൽ ചീഫുകളുടെ പേരും ക്വാളിഫിക്കേഷനും എഴുതി വെക്കാറുണ്ട്. അതേപോലെ ഓരോ ക്ലിനിക്കുകളുടെ ഫ്രണ്ടിലും ആരാണ് ചീഫ് കൺസൾട്ടന്റ്, അദ്ദേഹത്തിന്റെ നെയിം ബോർഡ് കാണാറില്ലേ നമ്മൾ, ഇന്ന ഡോക്ടർ ഇന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെയിം ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ഇനി പറഞ്ഞത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് എമർജൻസി കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കണം. സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പി നമ്മളെ പേഷ്യന്റിന് മെഡിസിൻസ് വാങ്ങിക്കാനും അതേപോലെ പേഷ്യന്റിന്റെ കയ്യിലോണ് കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മെയിൻ ഫയലിലേക്ക് പേഷ്യന്റിന്റെ മെയിൻ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പറഞ്ഞത് എന്താ പറഞ്ഞത്, പേഷ്യൻസിന് നമ്മുടെ ഇവിടെ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് വീണ്ടും എടുക്കുകയും അതിലേക്കായിരിക്കും നമ്മൾ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ വല്ല സ്കാനോ എക്സ്റേയോ ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അറ്റാച്ച് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ റെക്കോർഡ് ഫയലിന്റെ പാർട്ടായിട്ട് മാറും. ഇനി അഡ്മിഷൻ ഓഫീസ് 24 മണിക്കൂറും വർക്ക് ചെയ്യും. അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് എന്തെടുക്കുക, അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അതേപോലെ ചിലപ്പോൾ ആക്സിഡന്റ് എമർജൻസി ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് അവിടെ എന്തുണ്ടാവുന്നില്ല, പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവുന്നില്ല. ആ സമയത്ത് പേഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് സേഫ് കീപ്പ് ചെയ്യേണ്ടത്, ഭദ്രമായി സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി കൂടി എന്തുണ്ട്, അഡ്മിഷൻ ഓഫീസിനുണ്ട്. ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റ് നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, വാർഡ് മാനേജർക്കെയാണ് പേഷ്യന്റിന്റെ കേസ് എന്ത് ചെയ്യുന്നത് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ട കാര്യം. ഇനി അബ്സ്കോണ്ട് ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് ഇരിക്കെ മിസ്സായി പോണ പേഷ്യൻസ് അല്ലെങ്കിൽ ഓടി പോകുന്ന പേഷ്യൻസ്, അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്, ഏത് സമയത്താണ്, എന്നാണ്, ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ പേഷ്യന്റിന്റെ ഫയലിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് അബ്സ്കോൺ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞ് ഫിസിഷ്യന്റെ കയ്യിൽ സൈൻ ചെയ്ത് വാങ്ങിക്കുകയും അത് പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഇനി അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ നമ്മുടെ ഫിസിഷ്യൻ പറഞ്ഞത് കേൾക്കാണ്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് ആയി പോണ പേഷ്യൻസ്, അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ നിയറസ്റ്റ് റിലേറ്റീവിന്റെ കയ്യിൽ നിന്നോ സൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോം അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ ഫോമിൽ സൈൻ ചെയ്ത് വാങ്ങിക്കണം. കാരണം ഇനി നമുക്ക് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യണം, സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. ഇനി എനിക്ക് അവസാനം പറഞ്ഞത് പേഷ്യൻസ് മരണത്തിന് മുമ്പ് എന്തെങ്കിലും ഡിക്ലറേഷൻ സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യ പ്രസൻസിലായിരിക്കണം, മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം നമ്മൾ ആ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. എവിടെയായിരിക്കണം കൊടുക്കേണ്ടത്, പേഷ്യന്റ് ഫയലിലായിരിക്കാം അത് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസ് ആണ്, കാരണം മജിസ്ട്രേറ്റിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം വരാനായിട്ട് ലേറ്റ് ആവും, പേഷ്യന്റ് നില അത്ര ക്രിട്ടിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പ്രസൻസിൽ അത് റെക്കോർഡ് ചെയ്യും, 3 പേഴ്സൺസിന്റെ പ്രസൻസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആരൊക്കെയാണ്, ട്രീറ്റിംഗ് ഫിസിഷ്യൻ or a nurse അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും, നമ്മുടെ പേഷ്യന്റ് ഫയൽ റെക്കോർഡ് ചെയ്യും. ട്രീറ്റിംഗ് ഫിസിഷ്യൻ വേണം കുറച്ച്. ട്രീറ്റിംഗ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പരിശോധിച്ച ഫിസിഷ്യൻ, അതാണ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ. അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്ത ഫിസിഷ്യൻ ആരാണോ അദ്ദേഹത്തിന്റെ പ്രസൻസിൽ. ഓക്കെ, ഒന്ന് വായിച്ചു എല്ലാവരും.
ഓക്കെ, ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നേരിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് വരാണെങ്കിൽ നേരിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എടുക്കും. അപ്പോ അങ്ങനെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് മാനേജർ ആ ഡീറ്റെയിൽസ് ആരോട് ഇൻഫോം ചെയ്യണം? പോലീസിന്റെ അടുത്തോ അല്ലെങ്കിൽ ആരാണ് ലീഗൽ അതോറിറ്റി, ആ ലീഗൽ അതോറിറ്റിയിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്ക് വരും? വാർഡ് മാനേജർക്ക് വരും. എത്ര മണിക്കൂറിനുള്ളിലും കൂടി ഉണ്ട് കേട്ടോ. 2 hours അഡ്മിഷൻ എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ വാർഡ് മാനേജർ അത് എന്ത് ചെയ്യണം? ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചോ? ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്രീഷ്മ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാടാ? അബ്സ്കോൺ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇരിക്കെ ആ പേഷ്യന്റ് എന്താണ് മിസ്സിംഗ് ആണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ആ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റ് ഫയലിൽ എന്നാണ് അബ്സ്കോൺ ആയി പോയത്, മിസ്സായത് നമ്മുടെ വാർഡിൽ നിന്ന്, അതേപോലെ എപ്പോഴാണ് മിസ്സായത്, ഏത് സമയത്തിനുള്ളിലാണ് മിസ്സായത്, ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അത് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഈ റെക്കോർഡ് ഫിസിഷ്യനിൽ നിന്ന് സൈന് വാങ്ങി നോട്ട് ചെയ്തിരുന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന പേഷ്യന്റ്, ഇന്ന പേരുള്ള പേഷ്യന്റ് മിസ്സായി പോയിട്ടുണ്ട്, അബ്സ്കോണ്ട് ആയി പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ആരോട് കൺവിൻസ് ചെയ്യും? പോലീസിനോട് അറിയിക്കും. നമ്മുടെ പേഷ്യന്റ് ഒരാൾ മിസ്സിംഗ് ആണ് എന്ന് പറയും. ഇന്ന ഏജുള്ള പേഷ്യന്റ് ആണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പെക്യുലാരിറ്റീസ് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പേഷ്യന്റാണ് അബ്സ്കോണ്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ അടുത്തത് എടുക്കുകയാണ് കംപ്ലീറ്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തു, റിപ്പോർട്ടുകൾ ഒക്കെ വായിച്ചു. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആവാന്ന് വിചാരിക്കും. Physician has to complete the record before the discharge of the patient whenever is possible. അതായത് പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? ഫിസിഷ്യൻ ഉണ്ട്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ otherwise they have to visit the medical record department continually to inspect all the discharge records for completion. ഇനി നമ്മൾ ആ റെക്കോർഡ് ചെയ്തില്ല, പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അത് ഡിസ്ചാർജ് ആയ പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിസിഷ്യൻ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ഇന്ന പേഷ്യന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് സൈൻ ചെയ്യും. The patient record must not have been kept incomplete for more than 30 days. നമ്മൾ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം ആ പേഷ്യന്റിന്റെ റെക്കോർഡ് 30 ദിവസത്തിന് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. Not have to kept incomplete for more than 30 days. 30 ദിവസത്തിൽ കൂടുതൽ നമ്മളത് ഇൻകംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ്. പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോസിബിൾ അത് സമയം അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒരു പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡിസ്ചാർജ് ആയ എല്ലാ റെക്കോർഡും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇനി പേഷ്യൻസിന്റെ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം? എത്ര ദിവസം വരെ എത്ര ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയാൻ 30 days. 30 daysന് മുമ്പ് നമ്മളത് റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സൂക്ഷിക്കാനായിട്ട് പാടില്ല. 30 ദിവസത്തിനുള്ളിലെങ്കിലും മാക്സിമം അത് എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം ഡിസ്ചാർജ് ആയതിനു ശേഷം.
ഇനി കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻപേഷ്യന്റ് ആവട്ടെ ഔട്ട് പേഷ്യന്റ് ആവട്ടെ പേഷ്യൻസിന്റെ കേസുകൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, കോഡ് ചെയ്ത് വെക്കണം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് കുറച്ച് കോഡുകൾ നമുക്ക് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോഡുകൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാനായിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ കോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. നോക്കാം, കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. All the patient record that include outpatient and inpatient case have to code according to latest international classification of disease and operations. അപ്പൊ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസിന്റെ ബേസിൽ അവര് ഇംപ്ലിമെന്റ് ചെയ്ത കോഡുകൾ അനുസരിച്ച് വേണം നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിക്കാനായിട്ട്. അത് ഇൻപേഷ്യന്റ് ആവട്ടെ ഔട്ട് പേഷ്യന്റ് ആവട്ടെ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ കോഡുകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് procedure, medical service, equipment into universal medical alphanumerical codes. അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോ ആൽഫാന്യൂമറിക്കൽ കോഡുകൾ, മെഡിക്കൽ ആൽഫാന്യൂമറിക്കൽ കോഡുകളുടെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ കോഡുകൾ ഈ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, എന്തൊക്കെ ഡയഗ്നോസിസ് ആണ്, എന്തൊക്കെ മെഡിക്കൽ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം ആ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഈ റെക്കോർഡുകൾ നമ്മൾ ആൽഫാന്യൂമറിക്കൽ കോഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെഡിക്കൽ ആൽഫാന്യൂമറിക്കൽ കോഡ്സ്. ആൽഫാന്യൂമറിക്കൽ കോഡ്സ് അറിയാം, ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറിക്കൽ നമ്പേഴ്സിന്റെ കോഡുകളാണ്. മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ആൽഫാന്യൂമറിക്കൽ കോഡുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇത് ക്ലാസിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മിസ്സിംഗ് റെക്കോർഡ്സ് ആണ്. നമ്മൾ മിസ്സിംഗ് ഫയൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ വച്ച സ്ഥലത്ത് ആ ഫയൽ കാണാതെ വരുമ്പോഴാണ് നമ്മൾ അത് എന്ത് പറയുന്നത്, മിസ്സിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഇതും ഹോസ്പിറ്റലിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വെച്ച ഫയൽ മിസ്സാവുന്നു. അങ്ങനത്തെ ഫയലുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സിംഗ് ഫയൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് പേഷ്യന്റ് കാണാൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി, ചിലപ്പോൾ റോങ്ങിൽ ഫയലിനായിരിക്കും, നമ്പർ മാറി കിടക്കായിരിക്കും. അങ്ങനെ കുറെ പ്രശ്നം കൊണ്ട് നമ്മുടെ ഫയലുകൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫയലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സിംഗ് ഫയൽ എന്ന് പറയുന്നത്. some percentage of files, നോക്കാട്ടോ, some percentage of files do not find in specific place where they are assumed to. നമ്മൾ എവിടെയാണോ ആ ഫയല് എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്നത്, അവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ ആ ഫയൽ കാണാതെ വരുമ്പോ അങ്ങനത്തെ ഫയലുകൾ നമ്മൾ എന്ത് പറയും, മിസ്സിംഗ് ഫയൽ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും മിസ്സായി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സർക്കാർ സാധനം കാണുന്നില്ല. ദിസ് കുഡ് ബി ഓണിംഗ് ടു നോൺ റിസീവിങ്. ചിലപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ നമുക്കത് റിസീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, കറക്റ്റായിട്ട് തിരിച്ചു വന്നിട്ടില്ല. നോട്ട് കീപ്പിംഗ് ഇൻ പ്രോപ്പർ പ്ലേസ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ അത് എന്ത് ചെയ്തില്ല, സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ആൻഡ് റോങ്ലി ഫയലിംഗ്, ഇനി എന്തെങ്കിലും നമ്പേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമ്മളത് റോങ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 3 സിറ്റുവേഷനിലാണ് സാധാരണയായിട്ട് മിസ്സിംഗ് ഫയൽ ആയിട്ട് കാണാം. ഒരു ഫയലിന് മിസ്സിംഗ് ആയിട്ട് കാണാം, നമുക്കത് ഫയൽ തിരിച്ചെത്തിയിട്ടില്ല, നോൺ റിസീവിംഗ് ഫയൽ, നോട്ട് കീപ്പിംഗ് ദ പ്രോപ്പർ പ്ലേസ്, റോങ് ഫയലിംഗ്. അപ്പൊ ഈ 3 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫയലുകൾ നമ്മൾ മിസ്സിംഗ് ഫയൽ എന്ന് പറയും. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, നമ്മളിപ്പോ ഇങ്ങനത്തെ സർക്കംസ്റ്റാൻസസിൽ ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്, എന്തിനു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് പറയുന്നത്, when a patient attained either for outpatient or inpatient service, നമ്മൾ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് സർവീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വന്നിരിക്കുകയാണ്. it will be difficult to provide treatment without a patient record. നമുക്ക് പേഷ്യന്റ് റെക്കോർഡ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, MRO, ദ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, എഴുതി വെച്ചോട്ടെ ഫുൾ ഫോം എന്താ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ MRO എന്ത് ചെയ്യും, the MRO might to able to get that done later. അപ്പോ അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്തം ആ മെഡിക്കൽ റെക്കോർഡ് പിന്നീട് വീണ്ടെടുക്കണം എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, MRO-നാണ്. ബട്ട് അറ്റ് ദ സ്റ്റേജ് ഓൺലി, അപ്പൊ ഈ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്,
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ അതേ സീരിയൽ നമ്പറിൽ അതേ ID കൊടുത്ത് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എടുക്കും. എന്നിട്ട് ഈ റെക്കോർഡ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും. The MRO might be able to get that back later, but at the stage the only option left for him, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആകെ ഒരു ഓപ്ഷൻ എന്താണ്? ടു ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. വിത്ത് എ സിമിലർ നമ്പർ, അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പർ ഉണ്ടാവും, ആ സിമിലർ നമ്പർ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്. ആൻഡ് വിത്ത് ഓൾ റിയൽ ഇൻഫർമേഷൻ ID ഡാറ്റാസ്, നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റെക്കോർഡ് കീപ്പ് ചെയ്യും. പുതിയൊരു റെക്കോർഡ് എന്ത് ചെയ്യും? നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ. Then duplicate record should be kept by MRO without filing and properly should track out the original record. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ റെക്കോർഡ് എന്തെയും ട്രാക്ക് ചെയ്യും. ചിലപ്പോൾ എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോയതോ അല്ലെങ്കിൽ സ്ഥലത്തെ വെച്ച പ്ലേസ് മാറിപ്പോയതോ ചിലപ്പോൾ സീരിയൽ നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനൽ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടെടുക്കും. ഒറിജിനൽ റെക്കോർഡ് ആൻഡ് കമ്പൈൻ all this form of duplicate record into original record and the record must be filed. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിൽ റെക്കോർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി ഒറിജിനൽ റെക്കോർഡ് വീണ്ടെടുത്തിട്ട് ഈ ഒറിജിനൽ റെക്കോർഡിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ന്യൂ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ത് ചെയ്യും? നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ മിസ്സിംഗ് റെക്കോർഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. നമ്മള് മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ ആ റെക്കോർഡ് സൂക്ഷിച്ച സ്ഥലത്ത് ആ റെക്കോർഡ് പേഷ്യന്റിന്റെ റെക്കോർഡ് കാണാതെ വരുമ്പോഴാണ് നമ്മൾ അതെന്ത് പറയണത്? മിസ്സിംഗ് റെക്കോർഡ് ആയിട്ട് എന്ത് ചെയ്യണത്? കണക്കാക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച എവിടെയാണോ ഓക്കെ സം പെർസെന്റേജ് ഓഫ് ഫയൽ നമ്മൾ എവിടെയാണോ റെക്കോർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ റെക്കോർഡ് സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് ആ റെക്കോർഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റെക്കോർഡിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? മിസ്സിംഗ് റെക്കോർഡായിട്ട് ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്കത് തിരിച്ചു വരാത്തതായിരിക്കും. ആ ഡാറ്റാസ് അല്ലെങ്കിൽ ആ റെക്കോർഡ് നമുക്ക് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചു വരാത്തതായിരിക്കും. അല്ലെങ്കിൽ പ്രോപ്പർ പ്ലേസിൽ നമ്മൾ ആ നമ്പർ അനുസരിച്ച് സൂക്ഷിച്ചു വെച്ചോളൂ ഇല്ലാത്തതായിരിക്കും. ചിലപ്പോൾ റോങ് ആയിട്ട് ഫയൽ ചെയ്തുകൊണ്ടായിരിക്കും. ഇനി നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്, ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? പേഷ്യന്റ് റെക്കോർഡ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഡിഫിക്കൽട്ട് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് എന്ത്? അദ്ദേഹത്തിന് ഈ റെക്കോർഡ് തിരിച്ചേൽപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അറ്റ് ദ സ്റ്റേജ് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നോ നമ്മുടെ കയ്യിൽ റെക്കോർഡ് മിസ്സിംഗ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഒരു ഓപ്ഷൻ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാതെ മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? സിമിലർ നമ്പർ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ID ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു റെക്കോർഡ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? MROന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും. ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ റെക്കോർഡ് തിരിച്ചു വരുമ്പോൾ ആരുടെ കയ്യിൽ ചെയ്യും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഒറിജിനൽ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടെടുക്കും, കണ്ടെടുക്കും. കുറെ എല്ലാ റെക്കോർഡും പരിശോധിച്ച് എവിടെയാണ് നമ്മൾ റെക്കോർഡ് മിസ്സായി പോയത്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നോക്കി ഒറിജിനൽ റെക്കോർഡ് എത്രയാണോ ടൈമിലുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അത്രയും നേരത്തെ നമ്മൾ അത് എന്ത് ചെയ്യും? വീണ്ടെടുത്തിട്ട് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും ഈ ഒറിജിനൽ റെക്കോർഡിലെ ഡീറ്റെയിൽസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫയൽ ചെയ്യും. ഇതാണ് സാധാരണയായിട്ട് മിസ്സിംഗ് റെക്കോർഡിൽ ചെയ്യാറ്. ഒന്ന് വായിച്ചേ. മിസ്സിംഗ് റെക്കോർഡ് വായിച്ച് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്.
വായിച്ചിരിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അത് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആൽഫ ന്യൂമറിക്കൽ കോഴ്സുകളാണ്. എന്താണ്, എന്ത് ബേസ് ആണോ ടോമി ഉദ്ദേശിക്കുന്നത്? റെക്കോർഡ് സോഴ്സ്. അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഈ റെക്കോർഡൊക്കെ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ഈ സ്പെസിഫൈഡ് പ്ലേസ് വേർ ദേ ആർ അസ്യൂംഡ് ടു എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രാക്കുകളായിരിക്കും. നമ്പേഴ്സ് കൊടുത്തിട്ട് ഇന്ന ട്രാക്കിൽ ഇന്ന ഇത്ര വരെ റെക്കോർഡ് ഉണ്ടാവും. അത്രയും 6 ഡിജിറ്റിന്റെ നമ്പേഴ്സ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന ഡിജിറ്റ് മുതൽ ഇന്ന ഡിജിറ്റ് വരെ ഇന്ന ഒരു ട്രാക്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ട്രാക്കിലുള്ള റെക്കോർഡ് ആ ഒരു പ്ലേസിൽ നിന്ന് മിസ് ആവുന്നതാണ് മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. MRO എന്ന് വെച്ചാൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫാണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ ആണല്ലോ, ഞാൻ നെക്സ്റ്റ് എടുത്തോട്ടെ. ചില പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാവും. ചില പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ് ഉണ്ടാവും. അങ്ങനെ വരുന്ന റെക്കോർഡുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ് എന്ന് പറയുന്നത്. എന്താ പറയും? പേഷ്യൻസ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്. നോക്കാം, സാധാരണയായിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന് ഒറ്റ റെക്കോർഡ് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റ പേഷ്യന്റിന് അത്രയും ടൈം എത്ര റെക്കോർഡ് പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റ റെക്കോർഡ് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ചില പേഷ്യൻസിന് എന്തൊരു സിറ്റുവേഷൻ കാരണം കൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന റെക്കോർഡുകളാണ് നമ്മൾ പേഷ്യൻസ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ജനറലി each patient should have one record and one number. സാധാരണയായിട്ട് ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡും ഒരു നമ്പറും പാടുള്ളൂ, പേഷ്യന്റ് ഐഡി നമ്പറും പാടുള്ളൂ. ഡ്യൂ ടു ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് കെയർലെസ്. ചിലപ്പോൾ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ എന്തെങ്കിലും ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കെയർലെസ് മൂലം പേഷ്യൻസിന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദി പേഷ്യന്റ് മേ ഹാവ് മോർ ദാൻ വൺ റെക്കോർഡ്. ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരും. In that circumstance, it becomes compulsory to retain one record by cancelling others. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെക്കോർഡ് മാത്രം കീപ്പ് ചെയ്യും, ബാക്കി എല്ലാ റെക്കോർഡും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ എന്താണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊസീജിയർ? നമ്മൾ എന്ത് പറഞ്ഞു? സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡ് മാത്രമേ പാടുള്ളൂ, ഒറ്റ നമ്പറും പാടുള്ളൂ എന്ന് പറഞ്ഞു. ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ കെയർലെസ് മൂലമോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ സിസ്റ്റം മൂലമോ നമുക്ക് പേഷ്യൻസിന് മോർ ദാൻ വൺ റെക്കോർഡ് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യണത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്ത് ബാക്കി എല്ലാ റെക്കോർഡും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ദി സ്യൂട്ടബിൾ പ്രൊസീജിയർ ആർ ടു റിറ്റെയിൻ എ റെക്കോർഡ് ആസ് പ്രയോറിറ്റി. ഏറ്റവും പ്രയോറിറ്റി ഉള്ള റെക്കോർഡ് നമ്മൾ എന്തെങ്കിലും കീപ്പ് ചെയ്യും, വിച്ച് ഈസ് മെഡിക്കൽ ലീഗൽ നേച്ചർ. ഇപ്പൊ ഒരു റെക്കോർഡ് മെഡിക്കൽ ലീഗൽ നേച്ചർ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. സെക്കൻഡ് വൺ ഒബ്സ്ട്രക്റ്റിക് റെക്കോർഡ്. ഇപ്പൊ പ്രസവമായിട്ട് റിലേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ പ്രസവ ചികിത്സയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റെക്കോർഡ് ആണെങ്കിൽ ആ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. ദെൻ തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡ്. പേഷ്യന്റിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ടൈമിലുള്ള റെക്കോർഡുകളാണെങ്കിൽ അത് തേർഡ്. ഫോർത്ത് പ്രയോറിറ്റീസ് ഓൾഡസ്റ്റ് റെക്കോർഡ്. ഏറ്റവും അവസാനത്തെ റെക്കോർഡിനായിരിക്കും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ 4 റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ഈ 4 റെക്കോർഡുകളായിരിക്കും ഏതാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രയറായിട്ട് നമ്മൾ എന്ത് എടുക്കുന്നത്? കമ്പൽസറി ആയിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്.
The remain record must be cancelled and give a close reference number. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള റെക്കോർഡുകൾ അത് ക്യാൻസൽ ചെയ്യും. ബാക്കി ഒരു റെക്കോർഡ് നമ്മൾ എടുത്തിട്ട് മെയിൻ റെക്കോർഡ് ആക്കിയിട്ട് ബാക്കി എല്ലാ റെക്കോർഡും ക്യാൻസൽ ചെയ്ത് ഒരു ക്ലോസ് റെഫറൻസ് നമ്പർ കൊടുക്കും. പഴയ റെക്കോർഡിലേക്ക് നമ്മൾ ഏതാണോ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്ന റെക്കോർഡ് ആ റെക്കോർഡിന്റെ നമ്പർ ഒരു ക്ലോസ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യും. എന്നിട്ട് ആ റെക്കോർഡിന്റെ ഒറിജിനൽ റെക്കോർഡിന്റെ നമ്പർ കൊടുക്കുകയും ചെയ്യും. And bring all the documents that include the investigation into retained record. ബാക്കി എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അതേപോലെ എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ഏത് റെക്കോർഡാണോ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ കമ്പൽസറി ആയിട്ട് റീറ്റെയിൻ ചെയ്യേണ്ട ആ റെക്കോർഡിനോടൊപ്പം എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് വെക്കും. നോക്കാം, പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡാണ് പറഞ്ഞത്. എല്ലാ പേഷ്യൻസിനും ഒരു ഹോസ്പിറ്റലിൽ ഒറ്റ റെക്കോർഡും ഒറ്റ നമ്പറും മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കെയർലെസ് മൂലം അല്ലെങ്കിൽ ഇംപ്രോപ്പർ സിസ്റ്റം മൂലമോ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരുന്ന സിറ്റുവേഷനെയാണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കമ്പൽസറി ആയിട്ട് ഒരു റെക്കോർഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാ റെക്കോർഡും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഒരു നമുക്കൊരു ഒറ്റ റെക്കോർഡ് റീറ്റെയിൻ ചെയ്യണം എന്ന് വരാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ എല്ലാ റെക്കോർഡും എടുത്തിട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും, മെഡിക്കൽ ലീഗൽ കേസ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ ഇൻ നേച്ചർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. നെക്സ്റ്റ് ആണെങ്കിൽ ഒബ്സ്ട്രക്റ്റിക് റെക്കോർഡാണ്, നമ്മള് പ്രസവ ചികിത്സയായിട്ട് ലഭിക്കാൻ റെക്കോർഡാണ് അടുത്ത പ്രിഫറൻസ് കൊടുക്കുക. ഈ ഇതില്ല മെഡിക്കൽ ലീഗൽ കേസ് ഇല്ലെങ്കിൽ അടുത്ത ഫസ്റ്റ് മെയിൻ ആയിട്ട് വെക്കണം പ്രസവ ചികിത്സയായിട്ട് ലഭിക്കാൻ റെക്കോർഡായിരിക്കും. തേർഡ് ഇത് രണ്ടും ഇല്ലെങ്കിൽ തേർഡ് പ്രിഫറൻസ് ചെയ്തിട്ട് പോകും നമ്മുടെ അഡ്മിറ്റഡ് റെക്കോർഡ്, നമ്മുടെ പേഷ്യന്റ് അഡ്മിഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള റെക്കോർഡ് വെക്കും. ഫോർത്ത് ഏറ്റവും പഴയ റെക്കോർഡ് ഏതാണോ അത് മെയിൻ ആയിട്ട് എടുത്ത് ബാക്കി എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും ഇതിനോടൊപ്പം എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. ബാക്കി എല്ലാ റെക്കോർഡും നമ്മൾ ക്യാൻസൽ ചെയ്യും, അതിനൊരു ക്രോസ് റെഫറൻസ് നമ്പർ കൂടി കൊടുക്കുകയും കൂടി ചെയ്യും. ഇത്രയുമാണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡിന്റെ കേസിൽ ചെയ്യണത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കി. എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കൂട്ട് ഇപ്പൊ തന്നെ. ഫയലാണ്, റെക്കോർഡാണ്. നമ്മൾ ഫയൽ ഉണ്ടല്ലോ, പേഷ്യന്റ് നമ്പറും ഐ ഡി നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളത് ഫയല്. പേഷ്യന്റ് ഫയലിന് റെക്കോർഡാണ് പറയണേണ്ട. നമ്മൾ ഫയലിന് റെക്കോർഡ് എന്നും പറയാറുണ്ട്. വായിച്ചോക്കി. നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെഡിക്കൽ ലീഗൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ എന്തെങ്കിലും കേസുകളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും റിലേഷനുള്ള എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ കേസായിട്ട് വരുന്ന ഫയലുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ആക്സിഡന്റ് അതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്. അതേപോലെ കുറെ ആക്സിഡന്റ്സ് വരാം, റേപ്പ്, ശരിയാണ് റേപ്പ് വരാം, പിന്നെ എന്തൊക്കെ വരാം, ഡൊമസ്റ്റിക് ഹറാസ്മെന്റ്, ചില സൂയിസൈഡ് അറ്റംപ്റ്റ്, ഇതൊക്കെ മെഡിക്കൽ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഹോമിസൈഡ് വരാം, സൂയിസൈഡ് വരാം. നമ്മൾ പഠിക്കാനുണ്ട് മെഡിക്കൽ ലീഗൽ കേസുകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട കേട്ടോ. നെക്സ്റ്റ് കേട്ടോ, നമ്മൾ സപ്ലൈ ഓഫ് റെക്കോർഡാണ്. നമ്മൾ ഈ മെഡിക്കൽ ലീഗൽ റെക്കോർഡ് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ് എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അത് അത്ര കോൺഫിഡന്റ് ആയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യണം, അത്ര സീക്രസിൽ മെയിൻറ്റെയിൻ ചെയ്യണം.
നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാനുള്ള ഇതുള്ളൂ, വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് റെഫർ ചെയ്യാനോ അത് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടതോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ കൊടുത്താൽ മതി. ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ മെഡിക്കൽ റെക്കോർഡ് ടു ഓതറൈസ്ഡ് പേഴ്സൺ ഫോർ. എന്തിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡുകൾ കൊടുത്താൽ മതി, സപ്ലൈ ചെയ്താൽ മതി? ഒരു പേഷ്യൻസിന്റെ അസുഖം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി. മെഡിക്കൽ ലീഗൽ കേസ്, ചിലപ്പോ മെഡിക്കൽ ലീഗൽ കേസ് നമ്മൾ പറഞ്ഞു, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ റെക്കോർഡാണ്. ഇത് ചില മെഡിക്കൽ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഓതറൈസ്ഡ് പേഴ്സണിന്റെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അതിനോട് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ റെക്കോർഡ് ചിലപ്പോൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിനിക്കൽ മീറ്റിംഗ്സ്, നമ്മൾ സ്റ്റാഫുകൾ തമ്മിൽ ആ പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ ആ എന്താ പറയാ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ മീറ്റിംഗ് ഒക്കെ വയ്ക്കും. ആ സമയത്ത് ഈ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മീറ്റിംഗിൽ നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട്. In case of medical education research, the medical should not be sent out of medical record department. നമ്മൾ ഹയർ സ്റ്റഡീസ് PhD ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ മെഡിക്കൽ റെക്കോർഡുകൾ വെരിഫൈ ചെയ്ത് അവർ റിസർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിൽ പോലും പേഷ്യന്റിന്റെ റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് കൊടുക്കില്ല. നമുക്ക് ഷുഡ് നോട്ട് ബി സെൻഡ് ഔട്ട് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് കൊടുത്തു വിടില്ല. പഠിക്കാനായാലും റിസർച്ചിന്റെ പർപ്പസിനായാലും നമ്മുടെ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യില്ല, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊടുത്തു വിടാറില്ല. ഇനി നമ്മൾ കുറച്ച് നേരമായി മെഡിക്കൽ ലീഗൽ കേസുകൾ എന്നൊക്കെ പറയണം. ഞാൻ പറഞ്ഞു റേപ്പ്, അതേപോലെ സൂയിസൈഡ്, ഹോംസൈഡ്, ആക്സിഡന്റ് കേസുകൾ, അങ്ങനത്തെ എന്താ പറയാ ഡ്രഗ് ആൻഡ് ഡ്രൈവ്, അങ്ങനെ ഒരുപാട് കേസുകൾ, മദ്യപിച്ച് വാഹനം ഓടിക്കുക, അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരാണെങ്കിൽ, ആക്സിഡന്റ് വരെ വരാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്റ്ററിലാണ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ. There should be a central medical legal register maintained in accident and emergency department under the control of chief medical officer. നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്, മെഡിക്കൽ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യാറുണ്ട്. ആ രജിസ്റ്ററിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ. There should be a central medical legal register retained in accident and emergency department. ഈ രജിസ്റ്റർ എവിടെയാണ് സൂക്ഷിക്കുന്നത്, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് സൂക്ഷിക്കുന്നത്, അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കും. All medical legal cases admitted from casualty, outpatient and inpatient service must be registered in central medical legal register. നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് നേരിട്ട് വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, ഇനി ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആ രൂപത്തിൽ വരുന്ന കേസുകളും നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ ലീഗൽ കേസസ് ആണെങ്കിൽ അത് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മെഡിക്കൽ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എ മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു അഫക്ട്സ് ഓൺ ഈച്ച് രജിസ്റ്റർഡ് കേസ് ടു മേക്ക് ഷുവർ ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റർഡ്. ഏതൊക്കെ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ കേസുകളുടെ റെക്കോർഡിനും ഫ്രണ്ടിലായിട്ട് ഒരു മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഫക്സ് ചെയ്യേണ്ടി വരും. അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് എന്ത് ചെയ്യുന്നത്, അഫക്സ് ചെയ്യുന്നത്. The complete medical legal register has to be kept under the custody of MRO. ഇനി നമ്മൾ മെഡിക്കൽ റെക്കോർഡ് രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ഇത് ആദ്യം സൂക്ഷിക്കണം, MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ സൂക്ഷിച്ചു വെക്കണം. All medical legal case which are registered in the hospital should be intimate to the police through the hospital administrator to make sure that the medical legal case record are complete. നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആവേണ്ടത് എപ്പോഴാണ്, നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത കേസ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന പോലീസിന്റെ അടുത്ത് അത് ഇൻഫോം ചെയ്യുമ്പോൾ മാത്രമാണ് മെഡിക്കൽ ലീഗൽ റെക്കോർഡ് കംപ്ലീറ്റ് ആവുന്നത്. These have to be kept
under the safe custody of the responsible officer in the medical record department. ഈ മെഡിക്കൽ റെക്കോർഡ് കേസ് രജിസ്റ്റർ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസർ ആരാണ്? MRO ആണ്. മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കീഴിൽ സേഫ് ആയിട്ട് അത്ര സുരക്ഷിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. കാരണം ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് ആവശ്യം വരുന്നതാണ്. നിയമപരമായിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ് ചിലപ്പോൾ നമ്മൾ ആർക്ക് ചിലപ്പോൾ പോലീസിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അത് കോടതി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനും അവിടുത്തെ റെസ്പോൺസിബിൾ ഓഫീസർ ആയ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കുമാണ് ഉള്ളത്. ഒന്നും കൂടി പറയാം. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? നമ്മൾ സാധാരണയായിട്ട് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യാറുണ്ട്? മെഡിക്കൽ സെൻട്രൽ മെഡിക്കൽ ലീഗൽ റെക്കോർഡുകൾ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിലായിരിക്കും എല്ലാ മെഡിക്കൽ ലീഗൽ കേസുകൾ കാഷ്വാലിറ്റിയിലോ ഔട്ട് പേഷ്യൻ ഇൻപേഷ്യനോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കൽ ലീഗൽ കേസുകളും റെക്കോർഡ് ചെയ്യുന്നത് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററാണ്. അപ്പൊ ഈ ഇങ്ങനെ വരുന്ന റെക്കോർഡുകളിൽ സാധാരണയായിട്ട് മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പുകൾ അഫക്ട് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേസ് എന്ത് ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് രജിസ്റ്റർ എന്ത് ചെയ്യണം? ആരുടെ കസ്റ്റഡിയിലായിരിക്കണം? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസർ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിലായിരിക്കും ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഇനി നമ്മൾ ഈ റെക്കോർഡ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യണം? നമ്മുടെ പോലീസിന് പാസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഈ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ചോദിക്കാട്ടെ. ഞാൻ ടൈം ഇപ്പൊ കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, എന്റെ ടൈം കഴിഞ്ഞു അതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു.